ഇന്ത്യയിൽ നിന്ന് രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്നായിരുന്നു 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ്. അന്നൊരു സൂചനയായിരുന്നെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 1960 ഒപ്പിട്ട സിന്ധു നദീജല ഉടമ്പടി കരാർ മരവിപ്പിച്ചതിലൂടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഇനി വെള്ളം ഒഴുകില്ല എന്നുള്ള ഒരു സൂചന, ഒരു ഉറപ്പ് പ്രധാനമന്ത്രി മോദി നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായ സിന്ധു നദിയിലെ ജലവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എത്തിച്ചേർന്ന കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി ലോകത്തിലെ ഏറ്റവും ദീർഘകാലം നിലനിൽക്കുന്ന ജല ഉടമ്പടികളിലൊന്നാണ്. അതിൻ്റെ ഭാവിയാണ് ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ നീക്കം എന്താണ്? അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും? 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ 6 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ സാധുവായത്. ഈ കരാർ പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ജലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ലഭിച്ചത്. ഇതോടെ സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ് ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചത്. ഈ കരാർ 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലങ്ങളിലും 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിലും 2019-ലെ പുൽവാമ ആക്രമണത്തിലും പുനഃപരിശോധിക്കാതെ തന്നെ കിടന്നു. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തെ ഏറ്റവും വിജയകരമായ നദീജല പങ്കിടൽ കരാറുകളിലൊന്നായി നിലനിൽക്കപ്പെടുകയായിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനർചിന്തനം നടത്തിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ഇത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളിലൊന്നാണ്. ഇന്ത്യൻ ജലവിഭവ മന്ത്രാലയം പാകിസ്ഥാനെ ഔദ്യോഗികമായി ഈ തീരുമാനത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. പാകിസ്ഥാനിലേക്ക് എത്തുന്ന ജലത്തിൻ്റെ അളവ് കുറയുന്നത് പാകിസ്ഥാൻ്റെ കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. സിന്ധു നദി പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലകളായ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും പ്രധാന ആധാരമാണ്. ജലവിതരണം തടസ്സപ്പെടുന്നത് വഴി പാകിസ്ഥാനിൽ ജലക്ഷാമം, കാർഷിക ഉൽപ്പാദനത്തിലെ കുറവ്, ഭക്ഷ്യപ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ വളർത്തിവിടുന്ന ഭീകരതയെ ചെറുക്കുക എന്ന ലക്ഷ്യമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായി ഘട്ടം ഘട്ടമായി പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശേഷിയെ ബാധിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കുടിവെള്ളത്തെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആദ്യ നടപടി ഭാരതം കൈക്കൊണ്ടിട്ടുള്ളത്. നേരിട്ട് യുദ്ധം നടത്തി ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായേക്കാവുന്ന നാശങ്ങൾ ഒരു പരിധിവരെ തടയാനും കാര്യങ്ങൾ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് രീതിയിലൂടെ കൈകാര്യം ചെയ്യുവാനാണ് ഭാരതത്തിൻ്റെ ശ്രമം. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് നദീജല വിതരണത്തെ കുറിച്ചുകൊണ്ട് ഇന്ത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു പങ്കുൾപ്പെടുന്ന കൃഷിമേഖല എന്നത് പഞ്ചാബ് പ്രവിശ്യയാണ്. ആ മേഖല ആശ്രയിക്കുന്നത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം എത്തുന്ന വെള്ളമാണ്. പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് തന്നെ സിന്ധു നദീജലം അനിവാര്യമാണെന്നാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇന്ത്യക്ക് നദിയെ നിയന്ത്രിക്കാൻ കഴിയുക എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇന്ത്യക്ക് അവകാശമുള്ള പടിഞ്ഞാറൻ നദികളിൽ ഇനിയൊരു ജലസംഭരണികൾ നിർമ്മിക്കുക എന്നുള്ളത് സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രത്യേക പരിധിയിലേക്ക് വരെ ചെറിയ അണക്കെട്ടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവ ഉടമ്പടി പ്രകാരം, സിന്ധു നദീജല ഉടമ്പടി പ്രകാരം അനുവദനീയമാണ്. പുതിയ ഹൈഡ്രോ പവർ പദ്ധതികൾ സ്ഥാപിക്കുന്നത് വഴി നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ചന്ദർ, പലക്ദൂൽ, രത്തലെ, കിഷൻഗംഗ തുടങ്ങിയവ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം തന്നെ ജലം തിരിച്ചുവിടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. നദിയിലെ ജലം നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നെങ്കിലും ഇത്തരമൊരു സാഹചര്യം രാജ്യം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് രാജ്യത്ത് ഈ നദികളിൽ ചെറിയ അണക്കെട്ടുകൾക്കുള്ള നിർമ്മാണ ശ്രമങ്ങൾ ഭാരതം മുൻപേ നടത്തി വന്നത്. ഇന്ത്യയുടെ ഈ തീരുമാനം അല്ലെങ്കിൽ ഈ നീക്കം ലോകബാങ്ക് ഉൾപ്പെടെയുള്ള അന്തർദേശീയ സംഘടനകളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്.
ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ സ്വീകരിച്ച ഈ നീക്കം ഭീകരരെ പിന്തുണയ്ക്കുന്ന വളർത്തുന്ന രാജ്യത്തിൻ്റെ അടിവേരിളക്കാനുള്ള നടപടിക്ക് ലോകരാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് കണ്ടുവരുന്നത്.